അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ അനുഗ്രഹത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ രാത്രിയിലേക്ക് ജീവിക്കുന്ന ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. ഇന്ന് കർത്താവ് നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഈ രാത്രിയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് വലതിരുത്തെന്ന് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഇടപെടുന്ന ഒരു രാത്രിയിലേക്കാണ് നൈറ്റ് വിജിൽ രാത്രി. ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 32-ാമത് ഒരു കൊച്ചു വചനം നമ്മൾ കാണുകയാണ്. യേശു അവിടെ നിന്ന് അവരെ വിളിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ പ്രിയ സഹോദര സഹോദരി, ഈ യേശു ഇന്ന് ജീവിക്കുന്ന ദൈവം നിന്നോട് ചോദിക്കുകയാണ്. നിന്നെ അവൻ്റെ അടുത്തേക്ക് വിളിച്ച് യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ കർത്താവ് കാണുന്നു. നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ യേശു കാണുന്നു, അറിയുന്നു. ആ യേശു നിന്നെ നീ ആയിരിക്കുന്നിടത്ത് നിന്ന് ഇന്ന് അവൻ്റെ അടുത്തേക്ക് വിളിക്കുക. അവൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ടാണ് യേശു ചോദിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പ്രിയമുള്ളവരെ, ഈ ചോദ്യം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ നിന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ കുടുംബത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ കുടുംബ അന്തരീക്ഷത്തിൽ ഞാൻ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, നിങ്ങൾ അവനോട് പറയണം, ഈശോ, ഈ കാര്യത്തിൽ നീ ഒന്ന് ഇടപെടണം. നിന്റെ ഈ വാക്ക് കേൾക്കാൻ കർത്താവ് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലാം അവസാനിപ്പിച്ചൊരു വ്യക്തി പത്രോസ്. ആ രാത്രി മുഴുവൻ അധ്വാനിച്ചു. അവസാനം അവൻ്റെ വല കാലിയ, ഒന്നുമില്ല, എല്ലാം അവസാനിപ്പിച്ചു, മടുത്തു. ഇന്ന് ചിന്തിക്കുന്നവരില്ലേ, ജീവിതം മടുത്തു, മുമ്പോട്ടുള്ള പ്രയാണം, മക്കളുടെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, കടഭാരങ്ങൾ, അനേക ആവശ്യങ്ങളുടെ മുമ്പിൽ നീ തളർന്നു നിൽക്കുമ്പോൾ, എൻ്റെ സഹോദര സഹോദരി, നീ മടുത്തു, അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. വലതിരുത്തെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ പറഞ്ഞു, എന്നാൽ നീ ആഴത്തിലേക്ക് വലയിറക്ക്. അവൻ വലയിറക്കി. പ്രിയമുള്ളവരെ, ലൂക്കാസ് സുവിശേഷം 5-7 വചനം പറയുന്നു, അവർ വന്ന് 2 വള്ളവും മുങ്ങാറാകുവോളം, 2 വള്ളവും. പ്രിയമുള്ളവരെ, പത്രോസിൻ്റെ വള്ളം മാത്രമല്ല നിറഞ്ഞത്, അവൻ അടുത്തുനിന്ന് ആ വള്ളക്കാരെ കൈകൊട്ടി വിളിച്ചു, അവരുടെ വള്ളവും നിറഞ്ഞു. ഇത് നിനക്ക് വേണ്ടി ദൈവം തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നിനക്കും നിന്റെ കുടുംബത്തിന് വേണ്ടി തരുന്നൊരു ദൂതാണ്. ഇതാ, നിന്റെ കുടുംബം നിറയാൻ പോകുക, നിന്റെ ജീവിതം നിറയാൻ പോകുക, നീ ഒരു അനുഗ്രഹമായി തീരാൻ പോകുക. ദൈവത്തിൻ്റെ വലിയ സമൃദ്ധി. പ്രിയമുള്ളവരെ, വലിയ കാര്യങ്ങൾ ഈ രാത്രി ചോദിക്കണം, വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അനേക വർഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളെ ഈ രാത്രിയിൽ അത്യുന്നതനായ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഉണരണം, കാഴ്ചപ്പാട് വർദ്ധിക്കണം, മനോഭാവങ്ങൾ വിശാലമാകണം. വലിയ കാര്യങ്ങൾ ചോദിക്കുക. നീ ചോദിക്കുമ്പോൾ ദൈവം തരുന്നത് നിന്റെ വല മാത്രമല്ല നിറയുന്നത്, നിന്റെ തോണി മാത്രമല്ല നിറയുന്നത്, അനേകരുടെ തോണിയെ നിറയ്ക്കുവാൻ തത്തവണ്ണം അനുഗ്രഹം കൊണ്ട് സമൃദ്ധി കൊണ്ട് കൃപ കൊണ്ട് ഈ രാത്രി ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. വലത് കൈമുരുത്തെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ജനസമൂഹത്തെ നോക്കി മലാക്കി പ്രവാചകൻ പ്രവചിക്കുകയാണ്. അവന്റെ പ്രവചന ഗ്രന്ഥം 4:12 പറയുന്നു, അനുഗ്രഹീതരെന്ന് ജനതകൾ നിന്നെ വിളിക്കും, നിന്റെ ദേശം ആനന്ദത്തിന്റെ ദേശമായി മാറും. അനുഗ്രഹീതർ. ദൈവം നിന്റെ ജീവിതത്തെ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയും, നീ ഒരു അനുഗ്രഹീതനാണ്, ഇതാ നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു.
പ്രിയമുള്ളവരെ, രണ്ട് കരങ്ങളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലിരുന്നുകൊണ്ട് കരമൊന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തുറന്നു പിടിക്കുക. കണ്ണുകളൊന്ന് അടയ്ക്കുക. ദൈവം ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുക. എൻ്റെ വള്ളം മാത്രമല്ല നിറയാൻ പോകുന്നത്, അടുത്തുള്ള വള്ളങ്ങൾ പോലും നിറയ്ക്കുമാറ് എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരനുഗ്രഹം, ഒരു സമൃദ്ധി ഈ ദേശത്തേക്ക് ഒഴുകുവാൻ പോകുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നാളുകളായിട്ടുള്ള കണ്ണുനീരുകൾ, രോഗങ്ങൾ, തകർച്ചകൾ, പരാജയങ്ങൾ, വേദനകൾ എല്ലാം ഈ കൂട്ടായ്മയുടെ ആരംഭത്തിൽ, ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ, ദൈവം പ്രവർത്തിക്കുന്ന രാത്രിയിൽ, ദൈവം നിനക്ക് വേണ്ടി ആകാശം പിളർന്ന് ഇറങ്ങി വരുന്ന ഈ സമയത്ത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് ആരാധിക്കാമോ? യേശുവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നീ ഇപ്പോൾ പ്രവർത്തിക്കണമേ ഈശോയെ, അങ്ങ് പ്രവർത്തിക്കണമേ. അങ്ങയുടെ പ്രവർത്തികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും കുടുംബങ്ങളെ സംഭവിക്കട്ടെ കർത്താവേ. വലിയ അനുഗ്രഹങ്ങൾ ഒരുങ്ങട്ടെ, വലിയ അനുഗ്രഹങ്ങൾ ഒരുങ്ങട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. യേശുവേ, ഈശോയെ, ഞങ്ങൾ പരാജയപ്പെട്ടവരാണ്, ഞങ്ങൾ പിന്മാറ്റത്തിന്റെ വക്കിലാണ്. എന്നാൽ അവിടുന്ന് ഇപ്പോൾ പ്രവർത്തിക്കണമേ, അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഈശോ, ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ 29:22 പറയുന്നു, യാക്കോബേ, നീ ഇനി ലജ്ജിതനാവുകയില്ല, നിന്റെ മുഖം ഇനിമേൽ വിവർണമാകുകയില്ല. യാക്കോബേ, നീ ലജ്ജിതനാവില്ല. ഇതിൻ്റെ മുമ്പ് നീ ലജ്ജിച്ച് നിന്റെ ശിരസ് കുനിഞ്ഞ അനുഭവങ്ങളുണ്ടാകാം. ചില വാർത്ത കേട്ട് നിന്റെ മുഖം കരുവാളിച്ചിട്ടുണ്ടാകാം, രക്തം വറ്റിപ്പോയിട്ടുണ്ടാകാം, മുഖം വിവർണമായി തീർന്നിട്ടുണ്ടാകാം. എന്നാൽ ഈ രാത്രിയിൽ, സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ ജീവിക്കുന്ന ദൈവം പറയുകയാണ്, യാക്കോബേ, നീ ഇനി ലജ്ജിതനാവുകയില്ല, നിന്റെ മുഖം ഇനിമേൽ വിവർണമാകുകയില്ല. വലതെരുതെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാത്രി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് വിശ്വാസം ഉണർത്തി വലിയ അനുഗ്രഹത്തെ സ്വന്തമാക്കുവാൻ ജീവിക്കുന്ന ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്ന ഈ രാത്രി ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയ തുറവിയോടുകൂടി നമുക്ക് ശുശ്രൂഷയിൽ വ്യാപരിക്കാം. ഈ സമയങ്ങളിൽ നമ്മൾ ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കാൻ ഒരുങ്ങിയാണ്. ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ഗായക സംഘം ത്തോട് ചേർന്ന് നമ്മളൊരു ഗാനം ആലപിച്ചത് പരിചയപ്പെട്ട് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി നന്നായിട്ട് സ്വരമുയർത്തി എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു പാട്ടിൻ്റെ 4 വരി നമുക്ക് ചേർന്ന് ഇങ്ങനെ പാടി പ്രാർത്ഥിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. സ്നേഹത്തോടെ എന്ന് പറയോ, ഹല്ലേലൂയ. പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്, ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ. ഒന്ന് പറയാമോ? ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ദർശനത്തിൻ തലമുറ, ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ. ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. 4 വരി പാടി കേൾപ്പിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ചേർന്ന് ഒന്നിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. പാടാമോ? ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ഒരിക്കൽ കൂടി, ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ഒരിക്കൽ കൂടെ, ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. അടുത്ത വരി, ദർശനത്തിൻ തലമുറ. പാടിക്ക്. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ. ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. ഒരിക്കൽ കൂടി, ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. പാടാമോ? ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ,
ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. അടുത്ത വരി, ദേശം ഉണരട്ടെ. ഒന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ. ദേശം ഉണരട്ടെ, സഭ വളരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ദൈവപ്രവർത്തികൾ. ഒന്ന് പറഞ്ഞേ, ദേശം ഉണരട്ടെ, ദേശം ഉണരട്ടെ, സഭ വളരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ആ ദൈവപ്രവർത്തികൾ. പ്രത്യാശയോടെ ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. പാട്. ദേശമുണരട്ടെ, ചേർന്ന്. സഭ വളരട്ടെ, സ്വരമുയർത്തി. ലോകം കാണട്ടെ ഒരിക്കൽ കൂടി. ദൈവപ്രവർത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ഇരുന്നുകൊണ്ട് തന്നെ കരങ്ങൾ അടിച്ച് ഒരിക്കൽ കൂടി പാടി ആവർത്തിച്ച് ശേഷം എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ വീശെന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ. ചേർന്ന് കരങ്ങൾ അടിച്ച് ആഗ്രഹത്തോടെ ശക്തിയോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ശക്തിയോടെ അടിച്ച്, നന്നായിട്ടൊന്ന് കരങ്ങൾ അടിച്ച്, ശക്തിയോടെ ശക്തിയോടെ കരങ്ങൾ അടിച്ച്. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. ദർശനത്തിൻ തലമുറ, ദർശനത്തിൻ തലമുറ. മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം കരങ്ങൾ നന്നായിട്ട് ഉയർത്തിയടിച്ച്. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. കാറ്റ്, ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. പാടാം. ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇതാ. കരങ്ങൾ താത്തി അടിച്ച് ഇരുന്നോണ്ട് തന്നെ ഈ സൈഡിലേക്കൊന്ന് കരങ്ങൾ അടിച്ച്. മരിച്ചവരുയർത്തിയിടും ആത്മാവിന്റെ ശക്തിയാൽ, ഭൂതങ്ങൾ വിട്ടോടിയിടുമേ യേശുനാമത്തിൽ. മരിച്ചവരുയർത്തിയിടും ആത്മാവിന്റെ ശക്തിയാൽ, ഭൂതങ്ങൾ വിട്ടോടിയിടുമേ യേശുനാമത്തിൽ. പുതുഭാഷ ഒഴുകിടും, വൻകാര്യങ്ങൾ ചെയ്തിടും, ആത്മാവിന്റെ സാന്നിധ്യം വന്നണയുമ്പോൾ. പുതുഭാഷ ഒഴുകിടും. കാര്യങ്ങൾ ചെയ്തിടും, ആത്മാവിന്റെ സാന്നിധ്യം ദേശമുണരട്ടെ, ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദേശമുണരട്ടെ, ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. പാടാം. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. പെന്തക്കോസ്തുനാളിലും പത്മോസ് ദ്വീപിനുള്ളിലും ആത്മനാഥൻ തേജസ്സോടെ ഇറങ്ങി വന്നല്ലോ. പാടാം. പെന്തക്കോസ്തുനാളിലും പത്മോസ് ദ്വീപിനുള്ളിലും ആത്മനാഥൻ തേജസ്സോടെ ഇറങ്ങി വന്നല്ലോ. മരണത്തെ ജയിച്ചവൻ, ജീവനിൽ വാഴുന്നവൻ, യേശുനാഥൻ നമ്മൾ മധ്യേ ഉലാവുന്നിതാ. മരണത്തെ ജയിച്ചവൻ, ജീവനിൽ വാഴുന്നവൻ, യേശുനാഥൻ നമ്മൾ മധ്യേ ഉലാവുന്നിതാ. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ചേർന്ന്. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം. യേശുവിനായി. ദർശനത്തിൻ തലമുറ, ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം
കയ്യിലുള്ളതെല്ലാം താഴെ വെച്ച് കർത്താവിനെ നന്നത്തോടെ കർത്താവിനെ ആരാധിക്കാം. എഴുന്നേറ്റ് നിന്ന് ഇരു സൈഡിലേക്കൊന്ന് കരങ്ങൾ അടിച്ച് യേശുവിനൊന്ന് ആരാധിക്കട്ടെ. ഇരു സൈഡിലോട്ടൊന്ന് ആടിപ്പാടി ആത്മാവിന്റെ വലിയ അഭിഷേകം നമ്മളിലേക്ക് നിറയാൻ, ഉണർവിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശാൻ ആഗ്രഹത്തോടെ കരങ്ങളടിച്ച് ചേർന്ന് പാടുന്നു. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. പടം ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തികൾ. ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. പണം ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. കരങ്ങൾ താഴ്ത്തി പിടിച്ച് പരസ്പരം മുഖത്തോട് നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കട്ടെ. മരിച്ചവരുയർത്തിയിടും ആത്മാവിന്റെ ശക്തിയാൽ, ഭൂതങ്ങൾ വിട്ടോടിയിടുമേ യേശുനാമത്തിൽ. മരിച്ചവരുയർത്തിയിടും ആത്മാവിന്റെ ശക്തിയാൽ, ഭൂതങ്ങൾ വിട്ടോടിയിടുമേ യേശുനാമത്തിൽ. പുതുഭാഷയൊഴുകിടും, വൻ കാര്യങ്ങൾ ചെയ്തിടും, ആത്മനാഥൻ സാന്നിധ്യം വന്നണയുമ്പോൾ. പുതുഭാഷ ഒഴുകിടും, വൻകാര്യങ്ങൾ ചെയ്തിടും, ആത്മാവിന്റെ സാന്നിധ്യം കരങ്ങളുയർത്തിയടിച്ച് ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തികൾ. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ ചേർന്ന്. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. പെന്തക്കോസ്തുനാളിലും പത്മോസ്ദ്വീപിനുള്ളിലും ആത്മനാഥൻ തേജസ്സോടെ ഇറങ്ങി വന്നല്ലോ. 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 മരണത്തെ ജയിച്ചവൻ, ജീവനിൽ വാഴുന്നവൻ, യേശുനാഥൻ നമ്മൾ മധ്യേ ഉലവുന്നിതാ. മരണത്തെ ജയിച്ചവൻ, ജീവനിൽ വാഴുന്നവൻ, യേശുനാഥൻ നമ്മൾ മധ്യേ ഉലവുന്നിതാ. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ചേർന്ന് ഉണർവിൻ കാറ്റു വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തികൾ. പോയിടാം നമുക്കൊന്നായി ആത്മാക്കളെ നേടിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. പോയിടാം നമുക്കൊന്നായി ആത്മാക്കളെ നേടിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവശക്തിയോടെ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ. കരങ്ങളുയർത്തിയടിച്ച് ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ. കണ്ണുകളടച്ച് ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ. പ്രത്യാശ
നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞുന്ന ദൈവീകമായ സാന്നിധ്യത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ കൂടുതൽ ഞങ്ങൾ ജ്വലിക്കുവാൻ കർത്താവെ ആ കൃപ ഞങ്ങളിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കാം. ആ ശാന്തതയിൽ നിന്നുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ചേർന്ന് ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പാവനാത്മാവേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാ. ഇരുകരങ്ങളെ യാചനാപൂർവം പിടിച്ച് ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പാവനാത്മാവേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പാവനാത്മാവേ, ചേർന്ന് നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പാവനാത്മാവേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, പാടാം. ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ദാഹത്തോടെ ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ. ശാന്തതയിൽ സ്തുതിച്ചുകൊണ്ട് കർത്താവേ കൂടുതൽ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശാന്തതയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ശാന്തതയിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഇരുന്നു കൊണ്ട് കർത്താവേ ആഴമായ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവിതത്തിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ചേർന്ന് പാടുന്നു. ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ചേർന്ന് ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ. സാധിക്കുന്നവർ ഇരുകരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ചങ്ങ തുറന്ന് വിളിക്കാമോ? ആത്മാവേ ആത്മാവേ പാവന, നിറയുന്ന സ്നേഹത്തിന് നന്ദി പറഞ്ഞു വിളിച്ചേ. ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, ആത്മാവേ ആത്മാവേ പാവനാത്മാവേ, നിറഞ്ഞു
സംഭവിക്കട്ടെ. യേശുവിന്റെ ജീവന്റെ പ്രവർത്തികൾ ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ ഉണർത്തണമേ. ആത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ, തകർച്ചകൾ എടുത്തു നീക്കണമേ, രോഗപീഠയുടെ കെട്ടുകൾ അരിക്കണമേ, തിന്മയെ ദൂരീകരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വസിക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 റൂഹായേ, പരിശുദ്ധാത്മാവിന് ജീവിതം സമർപ്പിക്കും. നന്ദി പറയാം. വെള്ളയിൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവ്. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിടാൻ. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ, പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നീ ഒരഗ്നിയായ എന്നെ കത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. പലതീരെടുത്തെന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം.